സാത്താൻ്റെ തീയമ്പുകൾ. പ്രൈസ് ലോർഡ്. അവൻ കൊണ്ടുവരുന്ന തീയമ്പുകളിൽ ചിലത് നിരാശ, ചിലത് വേദനകൾ, സ്തോത്രം, ദുഃഖങ്ങൾ. ഇതൊക്കെ ഈ തീയമ്പുകളുടെ ലിസ്റ്റിൽപ്പെട്ടതാണ്. ഇതൊക്കെ നമ്മൾ വിചാരിക്കാത്ത ചില കാര്യങ്ങൾ നമുക്ക് നേരെ വരുമ്പോൾ നമ്മുടെ മനസ്സിനെ വെറുപ്പിച്ച് നീ എന്തിന് ജീവിക്കുന്നു, ഇതിനേക്കാളും ചത്തുകള എന്ന് നമ്മെ പുറകെ നടന്ന് പ്രേരിപ്പിക്കുന്ന ഒരു സാത്താനുണ്ട്. അവൻ എന്താണ് കൊണ്ടുവരുന്നത്? പ്രേരിപ്പിച്ചുകൊണ്ട് കയ്യിൽ പാശം കൊണ്ടുവരുന്നു, കയ്യിൽ വിലങ്ങ് കൊണ്ടുവരുന്നു. നിന്റെ മനസ്സ് അല്പം വിട്ടുകൊടുത്താൽ മതി, അവൻ വിലങ്ങ് വയ്ക്കും. ജീസസ്. എന്നാൽ നീ യേശുവേ എന്ന് വിളിച്ചാൽ ആ വിലങ്ങിനെ എൻ്റെ ദൈവം ഉടച്ചു കളയും. ആമേൻ. ബന്ധനസ്ഥനായിരുന്ന അപ്പോസ്തലന്മാരുടെ കൈകളിൽ നിന്ന് ചങ്ങലകൾ അഴിഞ്ഞു വീണതുപോലെ ഇന്ന് പകൽക്കാലം ചിലരുടെ ജീവിതത്തിൽ നിന്ന് ഈ ചങ്ങലകൾ അഴിഞ്ഞു വീഴട്ടെ, അഴിഞ്ഞു വീഴട്ടെ യേശുവിന്റെ നാമത്തിൽ. അത് അഴിഞ്ഞു വീഴട്ടെ യേശുവിന്റെ നാമത്തിൽ, അത് അഴിഞ്ഞു വീഴട്ടെ. വീടുകളിൽ ഇരുന്ന് പല പ്രശ്നങ്ങളെ കണ്ട്, പല സാഹചര്യങ്ങളെ കണ്ട്, പല പ്രതികൂലങ്ങളെ കണ്ട് മനം തഴമ്പിച്ച്, മനം വേദനിച്ച്, ഓ സ്തോത്രം, അതെ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പെട്ടെന്ന് തന്നെത്താൻ മറന്ന് ഇനി എന്തിന് ജീവിക്കുന്നു എന്ന് മനസ്സുകളിൽ നിരാശകളെ കൊണ്ടിട്ട് ആമേൻ വിലങ്ങ് വച്ചിരിക്കുന്ന ദുഷ്ട പിശാചിനോട് ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയുന്നു, ആ വിലങ്ങുകൾ പൊട്ടിത്തെറിക്കട്ടെ, ആ ചങ്ങലകൾ ഉടഞ്ഞു തെറിക്കട്ടെ, ആ പാശങ്ങൾ എരിഞ്ഞു മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. എത്ര വീടുകളിൽ, എത്ര കുടുംബങ്ങളിൽ, എത്ര വ്യക്തികളിൽ ഈ ദുരാത്മ ശക്തി വിലങ്ങ് വെച്ച് ആമേൻ നിന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവിടെയെല്ലാം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ ശക്തി, സ്വർഗീയ ദൂതന്മാർ ഇറങ്ങി പത്രോസിനെ തൊട്ടപ്പോൾ കൈകളിൽ നിന്ന്, കാലുകളിൽ നിന്ന് ചങ്ങല താനെ അഴിഞ്ഞു വീണതുപോലെ ഇന്ന് പകൽക്കാലം അപ്രകാരം പിശാച് ബന്ധിച്ച് ചങ്ങലയിട്ട് വച്ചിരിക്കുന്ന, പാശങ്ങളാൽ കെട്ടി ഉറപ്പിച്ച് വച്ചിരിക്കുന്ന, വിലങ്ങ് വെച്ച് പാതാളത്തിലേക്ക് കൊണ്ടുപോകാൻ നിരാശയോടെ വച്ചിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് ആ ചങ്ങലകൾ ഉടയ്ക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ, ഉടയ്ക്കപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. അത് അഴിഞ്ഞു വീഴട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ മനസ്സുകൾ സ്വാതന്ത്ര്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ആത്മാക്കൾ സ്വതന്ത്രരാകട്ടെ.